ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു പുതിയ രീതിയിലൊരു ബിരിയാണി വെക്കാൻ പോവാം. ചിക്കൻ ബിരിയാണി വെക്കാൻ പോവാം. നമ്മളെല്ലാം കഴുകി പാല് വൃത്തിയാക്കിയ ചിക്കൻ, കുറച്ച് പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ ഇതിനകത്തിൽ പച്ചമുളക്, പിന്നെ പച്ചമുളകും കറിവേപ്പിലയും, മല്ലിയില എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, മല്ലിയിലയും കൂടെ അരിക്കണം അത്. അപ്പം അത് പിന്നെ ഇച്ചിരി തൈര് ചേർക്കണം, തൈര്, അതുപോലെ നാരങ്ങ നീര്, ഒരു നാരങ്ങ പിഴിഞ്ഞ് നാരങ്ങ നീര്. ഇനി ഞാൻ വരുന്നില്ല. വേണ്ട, ചുമന്നുള്ളി, വറുത്ത് വെച്ച ചുമന്നുള്ളി നമ്മൾ ചേർക്കുന്നു. വറുത്ത ചുമന്നുള്ളി വഴറ്റിയതൊന്നുമല്ല, വറുത്ത് കൂരി. അത് കഴിഞ്ഞിട്ട് തക്കാളിപ്പഴം, പിന്നെ കറിവേപ്പില എല്ലാം. ഇനിയിപ്പം ഒന്ന് ഞെരട് വെച്ചിട്ട് നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ചേർക്കാം. മല്ലിപ്പൊടി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം. മല്ലിപ്പൊടി, അതുപോലെ മുളക് പൊടി, മുളക് പൊടി കുറച്ച് മതി. കാര്യം മുളക് അരച്ച് ചേർത്തിട്ടുണ്ട്, അരിഞ്ഞിട്ടുണ്ട്. നല്ല ഇറച്ചിയല്ലേ, ഇച്ചിരി മുളക് വേണം. പിന്നെ അടുത്തത് മഞ്ഞൾപ്പൊടി. അവിടെ എവിടെ ഇരിക്കുന്നുണ്ട്. ഇത് നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഈ നല്ല വെളിച്ചെണ്ണയ്ക്കകത്താണ് നമ്മൾ വറുത്തത്. ഏതാ? സവാള വറുത്ത്, അതുകൂടി ഇതിനകത്ത് ഒഴിക്കുക. എന്താ, എല്ലാം കൂടെ നല്ല പോലെ തിരുമി വെക്കണം. ഇച്ചിരി മസാലയും കൊടുത്തുണ്ട്, നല്ല മണമൊക്കെ ഉണ്ട്. എല്ലാം കൂടെ അങ്ങോട്ട് പെരട്ടി എന്താ ഒരു 10-15 മിനിറ്റ് അത് ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ബിരിയാണി അരി വെന്ത ബിരിയാണി അരി വാർത്ത് വെച്ചത് നമുക്ക് ഇതിനകത്തോട്ട് പുറത്ത് വെക്കണം. ഇച്ചിരി നേരം ഇരിക്കട്ടെ. ഓക്കെ. കായും പിന്നെ ഗ്രാമ്പൂവും പട്ടയും പിന്നെ ഭക്ഷണയില എല്ലാം കൂടെ അതിനകത്ത് ഇട്ടിരുന്നു. പിന്നെ ശകലം നെയ്യും നാരങ്ങ നീര് ഒഴിച്ചാണ് ചോറ് വെത്ത് വെച്ചേക്കുന്നത്. ഓക്കെ. ഇനിയിപ്പോൾ ഇതിൻ്റെ പുറത്തോട്ട് നമ്മൾ അരി വെന്ത ചോറങ്ങിടുക. അത് കുരുമുളകും എല്ലാം ഇട്ടിരുന്നതാണ്. എന്നിട്ട് ഉള്ളി വറുത്തതെല്ലാം കൂടെ ഇടുക. ഉള്ളി വറുത്തത്, മുന്തിരിങ്ങയും കറുവണ്ടിയും, പിന്നെ ശകലം നെയ്യ് നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് ഒരു നിറത്തിന് വേണ്ടി ഉണ്ടോ. ഇത് പിന്നെ അടച്ച് വെച്ച് ചെറിയ തീ വേവിക്കാൻ പോവാം. അല്ലെങ്കിൽ മൂടിയൊക്കെ വെക്കും. ഞാൻ സാധാ മൂടി വെച്ച് അടയ്ക്കുന്നതേ ഉള്ളൂ. ഓക്കെ. എനിക്കത്ര അറിയത്തില്ല. അതിൻ്റെ സൈഡൊക്കെ കെട്ടി വെക്കാനൊന്നും അറിയത്തില്ല. അറിയാത്ത കാര്യത്തിന് പോകാതിരിക്കുന്നില്ല എന്നല്ലേ. ഇനി ഞാനൊരു അടപ്പെടുത്ത് അടച്ച് പതുക്കെ ചെറിയ തീ വേവിക്കാം. ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് കാണും. ബിരിയാണി വിജയകരമായിട്ട് പൂർത്തിയാക്കി. ഉണ്ടോ. ഇനിയും പപ്പടം ഞാൻ അരിഞ്ഞങ്ങ് വറുത്തു. കാര്യം വലിയ പാത്രമൊക്കെ എടുത്ത് വെക്കണ്ട. ഇങ്ങനെ അരിഞ്ഞെടുക്കുമ്പോൾ പപ്പടം എത്ര ഉണ്ടെന്ന് എണ്ണം അറിയത്തില്ല, എന്നാലും ഇങ്ങനെ അരിഞ്ഞങ്ങ് വറുത്തു. സലാഡുണ്ട്. പിന്നെ അതിനോടൊരു കൈതച്ചക്ക ഇട്ട് ബിരിയാണി കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ്. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ഉണ്ടോ. നമ്മുടെ ബിരിയാണി വെച്ചാൽ നല്ലതായിട്ട് വെന്തു, നല്ല ടേസ്റ്റും ഉണ്ട്.
ഒന്ന് കഴിക്കാൻ പോവുക. ഞാൻ വെച്ചോണ്ട് പറയുമല്ല, സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് ലൈക്ക് ഒക്കെ തരണം. ഓക്കേ.